UGC നെറ്റ് പേപ്പർ 1 PYQ സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അതോടൊപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബൾക്കായിട്ടുള്ള കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിലൊരുപാട് ടോപ്പിക്സ്, ഇപ്പോൾ ഇതിൽ ഡിസാസ്റ്റർ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ടേംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഓരോ ഡിസാസ്റ്ററും വെച്ചിട്ട് പ്രത്യേകവും ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് ഇതിൽ 4 ഡിസാസ്റ്ററിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ട്രോപ്പിക്കൽ സൈക്ലോണ്, ലാൻഡ് സ്ലൈഡ്, ഡ്രോട്ട്, എർത്ത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേമും ഇപ്പുറത്ത് റിലേറ്റഡ് ടേം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെന്താണെന്നുള്ളത്. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു വിൻഡാണ്, ഒരു തരത്തിലുള്ള കാറ്റാണ്. ഇതിന് ഹൊറിക്കെയിൻ അല്ലെങ്കിൽ ടൈഫൂൺ എന്നൊക്കെ പേര് പറയുന്നത്. മാസീവായിട്ടുള്ള വിൻഡായിരിക്കും. ഇതിങ്ങനെ റൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുക, എയർ റൗണ്ടിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ സെൻറ്ററിൻ്റെ ഉള്ളിൽ ഈ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ എയറിൻ്റെ സെൻറ്ററിൻ്റെ ഉള്ളിൽ ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഇത് സാധാരണഗതിയിൽ കോസ്റ്റ് ലൈനുകളിലൊക്കെയാണ് ഇത് കാണപ്പെടുക. ഇത് എന്താണ്, സാധാരണഗതിയിൽ കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന പെട്ടെന്നുണ്ടാവുന്ന ഒരു തരത്തിലുള്ള സ്റ്റോം സർജാണ് ശരിക്കും. ഓക്കെ, ഇത് വളരെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പലതരത്തിലുള്ള സൈക്ലോണുകളും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് സൈക്ലോണാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതാം. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോൺ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനെ മറ്റു പേരിലും കൂടി അറിയപ്പെടും. ഒന്ന് ഹൊറിക്കെയിൻ, അല്ലെങ്കിൽ ടൈഫൂൺ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്, വളരെ ശക്തമായിട്ടുള്ള കാറ്റായിരിക്കും ഇത്. മാസീവ്, അതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്റായിരിക്കും. ഇത് റൊട്ടേറ്റിംഗ് സ്റ്റോം സിസ്റ്റമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതിൻ്റെ ഉള്ളിൽ ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ക്യാരക്ടറൈസ്ഡ് ബൈ low pressure in the center. Low pressure in the center. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഡിസാസ്റ്ററും അതുമായി ബന്ധപ്പെട്ട ടേമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. 4 ഡിസാസ്റ്റേഴ്സ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഹൊറിക്കെയിൻ, ടൈഫൂൺ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. ഇതിങ്ങനെ മാസീവ്, വളരെ ശക്തമായിട്ടുള്ള കാറ്റായിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ എപ്പോഴും ലോ പ്രഷർ ആയിരിക്കും, വളരെ ശക്തമായിട്ടുള്ള കാറ്റായിരിക്കും ഇത്. ആൻഡ് ഇൻറ്റൻസ് വിൻഡ്. ഇത് സാധാരണഗതിയിൽ എന്താണ് കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന കാറ്റാണിത്. ഓക്കെ, ഈ കടലിൽ നിന്ന് വെള്ളമൊക്കെ എന്ത് ചെയ്യും, കരയിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്.
സാധാരണഗതിയിൽ കോസ്റ്റ് ലൈനുകളാണ്, കടൽ തീരങ്ങളിലാണ് ഇത് എന്ത് ചെയ്യുക, ഇത് കാണപ്പെടുക. ആസ് എ അപ്രോച്ച്, ആസ് എ സൈക്ലോൺ അപ്രോച്ച് a coastline, the powerful wind അല്ലെങ്കിൽ it push massive wall of ocean water to the shore. ശക്തമായിട്ടുള്ള കാര്യം, ഇത് വെള്ളം വലിയ ബൾക്കായിട്ട് വെള്ളം എന്ത് ചെയ്യും, കരയിലേക്ക് കണ്ടടിച്ച് കൊണ്ടുവരും. ഇത് ഇതെന്തിന് കാരണമാവും, സീ ലെവൽ എന്ത് ചെയ്യും, സീ ലെവൽ റൈസ് ചെയ്യാൻ എന്താണ് കാരണമാവും. സീ ഇങ്ങനെ എന്താ വെള്ളം ഇങ്ങനെ പൊന്തിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, കരയിലേക്ക് അടിച്ചിറങ്ങും. അതിനാണ് ഈ സ്റ്റോം സർജ് എന്ന് പറയാം. ഇത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും. ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പോൾ സുനാമി പോലുള്ള ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. ശക്തമായ തോതിൽ വെള്ളം അടക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ കരയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. This sudden dangerous rise in sea level is called storm surge. ഈ ശക്തമായിട്ടുള്ള ഈ വെള്ളം ഉയർന്നു പൊങ്ങുന്നതിനെയാണ് എന്ത് പറയാം, സ്റ്റോം സർജ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ സ്റ്റോം സർജ് ഉണ്ട്, കണ്ടോ, സ്റ്റോം സർജ്. അപ്പോൾ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ സ്റ്റോം സർജ് എന്നുള്ള വാക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പറയാം. അപ്പോൾ സ്റ്റോം സർജ് ഇത് വളരെ ഡിസ്ട്രക്റ്റീവും കൂടിയാണ്. ഓക്കെ, ഇത് ഡിസ്ട്രക്റ്റീവ് പാർട്ടാണ്. It is the most destructive part of the cyclone. സൈക്ലോണിൻ്റെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അപകടകാരിയായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സ്റ്റോം സർജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നിൻ്റെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ലാൻഡ് സ്ലൈഡ് നോക്കാം. ഇത് എന്താണ്, ഈ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണ്. എന്താ വെച്ചാൽ ശക്തമായിട്ടുള്ള കാറ്റാണ് ശരിക്കും. അത് കോസ്റ്റൽ ഏരിയയിൽ നിന്ന് കടലിൽ നിന്ന് കരയിലേക്ക് അടിക്കുന്ന ശക്തമായ വെള്ളമടക്കമുള്ള വേവ്സൊക്കെ അടക്കമുള്ള വലിയ ശക്തമായിട്ടുള്ള കാറ്റിനാണ് എന്ത് പറയാം, ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയാം. ഓക്കെ, ഇത് കാറ്റ് മാത്രമല്ല വരിക, ഇത് വരുന്നപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, വെള്ളവും വരും. വളരെ തോതിൽ ഹൈ ലെവലിൽ വെള്ളം സർജ് ഉയർന്നിട്ട് എന്ത് ചെയ്യും, കരയിലേക്ക് വെള്ളവും കാറ്റൊക്കെ ആയിട്ടാണ് അടിച്ചു വരും. അതിന് സ്റ്റോം സർജ് എന്നാണ് പറയാം. അതാണ് അതിൽ നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോണിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലാൻഡ് സ്ലൈഡ് നോക്കാം. ലാൻഡ് സ്ലൈഡ് പേജ് എടുക്കണേ. ലാൻഡ് സ്ലൈഡ്
ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ്, വെള്ളം, ഈ മണ്ണ് നമുക്ക് വയനാട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലിയ എന്താ ഉയരത്തിലുണ്ടായിരുന്ന എന്താണ് പാറകൾ, വെള്ളം കാരണമൊക്കെ പാറ ഇടിഞ്ഞിട്ട് മണ്ണും വെള്ളവും ഒന്നിച്ച് എന്ത് ചെയ്യാം, താഴത്തേക്ക് ഇങ്ങോട്ട് ഒഴുകി വരുന്ന ഒരു പ്രതിഭാസത്തിനാണ് എന്ത് പറയാം, ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം. ഓക്കെ, ഇതിലൂടെ എന്ത് സംഭവിക്കണം, ശരിക്കും വലിയ വലിയ പാറകൾ, ചെറിയ ചെറിയ വേരുകൾ, വെള്ളം, ഇതൊക്കെ എന്ത് ചെയ്യും, താഴേ തട്ടിലേക്ക് എന്ത് ചെയ്യും, ഇറങ്ങി വരും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് മരങ്ങൾ വെട്ടി നശിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വെള്ളം സ്റ്റോർ ചെയ്യപ്പെടാനും ഇതിനൊന്നും എന്ത് ചെയ്യൂല, ഇത് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ എന്തിന് കാരണമാവും, ഇത് ലാൻഡ് സ്ലൈഡ് കൂടാൻ കാരണമാവും. അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ എഴുതാം. ഓക്കെ, ലാൻഡ് സ്ലൈഡ് it is a downward movement of mass of rock earth or debris. ഒരുപാട് സാധനങ്ങൾ ഒഴുകി വരും, വെള്ളവും മണ്ണും പാറയും അതുപോലെ ഭൂമിക്കടിയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒഴുകി വരും. ഒരു പ്രത്യേക തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ട്. ചെറിയ തരത്തിലുള്ള ലാൻഡ് സ്ലൈഡിന് നമ്മൾ പറയുന്ന പേരാണ് സോളിഫ്ലക്ഷൻ. സോളിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ലാൻഡ് സ്ലൈഡിനെയാണ് എന്ത് പറയാം, സോളിഫ്ലക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ സ്പെസിഫിക് type of slow gradual landslide. ഇത് വലിയ അപകടകാരിയല്ല. ഓക്കെ, എല്ലാ ലാൻഡ് സ്ലൈഡുകളും അപകടകാരിയാണ് ശരിക്ക്. എന്നാലും ഇതല്ല, മറ്റുള്ള ലാൻഡ് സ്ലൈഡിനെ അപേക്ഷിച്ച് എന്തല്ല, അപകടകാരിയല്ല. ഇത് സാധാരണഗതിയിൽ എന്താണ്, ഈ തണുത്ത പ്രദേശങ്ങളിലൊക്കെ ഭൂമിയുടെ ടോപ്പ് ലെയർ എന്ത് ചെയ്യാണ്, തണുപ്പ് കാരണം ഘട്ടം ഘട്ടമായിട്ട് സാവധാനമായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും സോളിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും വലിയ വൻതോതിൽ ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങി വരുന്ന പ്രതിഭാസമല്ല. ശരിക്കും ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാമെങ്കിൽ ഡൗൺവാർഡ് സോയിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റോക്ക് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയാം. ഇത് എന്താണ്, ഓക്കെ, ഇതാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ടോപ്പിക്ക് വിശാലമാണ്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ സോളിഫ്ലക്ഷൻ ഒരു തരത്തിലുള്ള ലാൻഡ് സ്ലൈഡാണ്. ഇനി നമുക്ക് ഡ്രോട്ട് നോക്കാം. ഡ്രോട്ടിന് നമുക്ക് എന്താണ് ഉണ്ടാവുക നോക്കാം. ഇനി രണ്ട് ഓപ്ഷനാണുള്ളത്, ഷോക്ക് വേയും ഫാമിനും. നമുക്ക് മനസ്സിലാവും ഫാമിനായിരിക്കും ഇതിൽ വരിക എന്നുള്ളത്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വളരെ മഴ കാരണം ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ ഷോർട്ടേജിനെയാണ് എന്ത് പറയുക, ഡ്രോട്ട് എന്ന് പറയാം, ക്ഷാമം എന്ന് പറയാം. വെള്ളം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്തും ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. ഇത് ജീവജാലങ്ങളും സസ്യജാലങ്ങളൊക്കെ നശിക്കാൻ കാരണമാവും, അഗ്രികൾച്ചറൽ സപ്ലൈ കുറയാൻ കാരണമാവും, ആളുകളുടെ സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള എഫക്റ്റ് ഇത് കാരണം ഉണ്ടാവും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ
extended period of severe shortage in water supply due to lack of rainfall. അതായത് വെള്ളമില്ലാത്തതുകൊണ്ട് എന്താണ് വാട്ടർ എന്താണ് എന്തുണ്ടാവില്ല, മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ സപ്ലൈ കുറയും. ഇത് ഈ മഴ കുറേ കാലം ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെടികൾ നശിക്കും, മരങ്ങൾ എന്താണ് ഫലപുഷ്ടി ഇല്ലാതാവും, അതുപോലെ തന്നെ മരങ്ങൾ ഉണങ്ങും, അഗ്രികൾച്ചറൽ സപ്ലൈ കുറയും. അതെന്തിന് കാരണമാവും? ഫാമിന് കാരണമാവും. ആളുകൾ പട്ടിണിയാവും, ആളുകൾക്ക് എന്തുണ്ടാവും? ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവും. ഓക്കെ, ഫാമിന്ന് പറഞ്ഞാൽ ഫുഡ് ഷോർട്ടേജിനാണ് ഫാമിൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. വെൻ എന്താണ് ഡ്രോട്ട് ലീഡ്സ് ടു, അല്ലെങ്കിൽ വെൻ എ റീജിയൻ faces a prolonged drought, crops dry up. ക്രോപ്സ് ഒക്കെ നശിച്ചു പോവും, ഉണങ്ങിപ്പോവും, അതിന് നശിച്ചു പോവും. ആൻഡ് ഫീൽ, അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ നശിച്ചു പോവും. ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഡൈ ഓഫ്, വളർത്തു മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിച്ച് പോവും. അതെന്തിന് കാരണമാവും? ഒരു വലിയ മഹാദുരന്തത്തിന് കാരണമാവും. അഗ്രികൾച്ചർ സപ്ലൈ ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, ഭക്ഷണം ഇല്ലാത്തൊരു സാഹചര്യത്തിന് കാരണമാവും. അപ്പോൾ അതിനെന്ത് പറയും? ഫാമിൻ എന്ന് പറയും. ഫാമിൻ എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇറ്റ് കൊളാപ്സ് ഓഫ് the agricultural supply leads to, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിംഗ്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയ്ക്കാണെന്ന് പറയാം ഫാമിംഗ് എന്ന് പറയാം. തീരെ ഒന്നും ഉണ്ടാവില്ല, കഴിക്കാനും ഭക്ഷണമോ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനുള്ള ഒരു സാധനങ്ങളും ഇല്ലാത്തൊരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെന്ത് പറയും? ഫാമിൻ എന്ന് പറയും. അപ്പോൾ ഡ്രോട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഡ്രോട്ട് എന്താണ്? ഫാമിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഫാമിംഗ് നേരത്തെ പറഞ്ഞല്ലോ. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എ വൈഡ് സ്പ്രെഡ് ആൻഡ് acute scarcity of food affecting large population
അപ്പോൾ എന്ത് ചെയ്യും, ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ, അത് വലിയൊരു ഭക്ഷണത്തിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫാമിനാണ് ശരിക്കും ഡോട്ടിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഫാമിനാണ്. അപ്പോൾ നമുക്ക് ഫാമിന് കിട്ടി. ഇനി നമുക്ക് എർത്ത് ക്വയ്ക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക് വേവ് ആണ്. എർത്ത് ക്വയ്ക്ക് ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യം, പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് നോക്കിയാലും ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് സാധാരണഗതിയിൽ എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 30% അല്ലെങ്കിൽ 25-30 റേഞ്ചിൽ ടഫ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ബാക്കി ഒരു 40% നമുക്ക് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വിചാരിക്കാം. പിന്നെ ഒരു 30% അല്ലെങ്കിൽ 25% നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് എർത്ത് ക്വയ്ക്ക് നോക്കാം അല്ലേ. എർത്ത് ക്വയ്ക്കാണെന്ന് നമുക്ക് അറിയാം. എർത്ത് ക്വയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭൂകമ്പം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഭൂചലനം എന്ന് പറയും. എർത്ത് ക്വയ്ക്ക്. എർത്ത് ക്വയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുണ്ടാവുന്ന എന്താണ്, ഒരു സഡൻ റിലീസ് ഓഫ് എനർജിക്കാണെന്ന് പറയാം എർത്ത് ക്വയ്ക്ക് എന്ന് പറയാം. ഭൂമിക്കടിയിൽ ഫലകങ്ങളുണ്ട് അല്ലേ, ചില ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി ഇതിൽ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിരുന്നത്. ഇത് തമ്മിൽ എന്ത് ചെയ്യും, അകലുകയും ചെയ്യും അടുക്കുകയും ചെയ്യും, ഒന്ന് മറ്റൊന്നിനെ താഴേക്ക് പോവും കൂട്ടിമുട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണ് എർത്ത് ക്വയ്ക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താ, എനർജി റിലീസ് ഷോക്ക് വേവിന് കാരണമാകുന്നു. ഷോക്ക് വേവ് എന്ത് ചെയ്യും, അവിടെയുള്ള പ്രദേശങ്ങളെ എന്ത് ചെയ്യും, ഇളക്കാനും ഷോക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കാരണം. എപ്പി സെൻറ്റർ, ഇത് ഉണ്ടാകുന്ന പോയിൻ്റ്, കറക്റ്റ് പോയിൻ്റ് എപ്പി സെൻറ്റർ എന്നാണ് പറയാം. അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഷോക്ക് വേവ്സ് ഉണ്ടാവുന്നു, വൈബ്രേഷൻ ഉണ്ടാവുന്നു, ഭൂമിയിൽ ഇളക്കം ഉണ്ടാവുന്നു. അപ്പോൾ എർത്ത് ക്വയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് when there is a sudden release of build up energy. Along geological fault line in the earth crust. ഭൂമിയുടെ ഉള്ളിലുള്ള ഫലകങ്ങളിൽ നിന്ന് എനർജി റിലീസ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. along geological line in the earth crust. ഇത് ഷോക്ക് വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യാം, ഈ വേവ്സ് റിലീസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഷോക്ക് വേവ്സ് എന്ന് പറഞ്ഞാൽ ദിസ് സഡൻ ഫ്രാക്ചർ റിലീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫലകങ്ങൾക്കിടയിൽ ഉണ്ടാവും, പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രാക്ചർ, ഇത് കൂട്ടിമുട്ടൽ കാരണം ഉണ്ടാവുന്ന റിലീസിന് എന്തു പറയും, എനർജി റിലീസിന് എന്തു പറയും, ഷോക്ക് വേവ്സ് എന്ന് പറയും. എനർജി in the form of shock waves. ഇത് ഓപ്ഷനിലുണ്ട്. ഷോക്ക് വേവ്സ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഓപ്ഷനിലുണ്ട് കേട്ടോ.
നമ്മൾ ചോദ്യത്തിലേക്ക് പോകണേതാ ഷോക്ക് വേവ്സ്, എർത്ത് ക്വേക്ക് ഷോക്ക് വേവ്സ്. അപ്പോൾ നമുക്ക് ഷോക്ക് വേവ്സ് എന്ന് പറയും. ഇതിന് ഈ ഷോക്ക് വേവ്സിനെ നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ അതിന് സീസ്മിക് വേവ്സ് എന്നാണ് പറയട്ടോ. ഷോക്ക് വേവ്സിന് seismic waves. Shock waves, seismic waves. ഇത് എന്താണ് എപ്പി സെൻറ്റർ എന്താണ് ഇത് ഒരു പോയിന്റ് ഉണ്ടാവും. ഈ ഷോക്ക് വേവ്സ് ഇത് ഉണ്ടാവുന്ന പോയിന്റ് ഉണ്ടല്ലോ അതിന് എപ്പി സെൻറ്റർ എന്നാണ് പറയുക. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇത് ചുറ്റുപാടുള്ള ഏരിയയിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഷോക്ക് വേവ് ഇങ്ങനെ സഞ്ചരിക്കുകയും അവിടെയൊക്കെ മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് ഷോക്ക് വേവ് എന്ന് പറഞ്ഞാൽ എപ്പി സെൻറ്റർ എന്ന് പറഞ്ഞ വാക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ദീസ് വേവ്സ് എഴുതാം. ട്രാവൽസ് outward from the epicenter. ഈ എന്താണ് എർത്ത് ക്വേക്ക് പുറപ്പെടുന്ന ആ സ്ഥലത്തിനാണ് എപ്പി സെൻറ്റർ എന്ന് പറയാം. ത്രൂ ദ ഗ്രൗണ്ട് causing the violent shaking and destruction we feel on the surface. അതായത് നമ്മൾ വാർത്തയിൽ കാണാറില്ല ഈ ഭൂചലനം കാരണം നമുക്ക് പുറത്ത് വീടുകൾ തകർന്ന് വീഴുന്നതൊക്കെ നമുക്ക് കാണാം. അത് ഈ ഷോക്ക് വേവ്സ് ഇതിൻ്റെ എപ്പി സെൻറ്ററിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, ചുറ്റും ഓരോ പ്രദേശത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാസ് ഡിസ്ട്രക്ഷനാണ്, ഷേക്കിംഗ് ആണ് എന്തിന് കാരണമാവുന്നത്, ഈ അപകടത്തിനൊക്കെ കാരണമാവുന്നത്. എപ്പി സെൻറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് പുറപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ട്രോപ്പിക്കൽ സൈക്ലോൺ ഫാമിനാണ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സോളിഫ്ലക്ഷൻ ആണ്. ഒരു തരത്തിലുള്ള ഒരു ലാൻഡ് സ്ലൈഡാണ്. സ്ലോ ഗതിയിൽ ഉണ്ടാവുന്ന ലാൻഡ് സ്ലൈഡിനാണെന്ന് പറയാം ഈ എന്താണ് സോളിഫ്ലക്ഷൻ എന്ന് പറയാം. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ ഫാമിനാണ്. അതുപോലെ തന്നെ എർത്ത് ക്വേക്ക് ഷോക്ക് വേവ്സ് ആണ് എർത്ത് ക്വേക്കിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ടേം. ഓരോന്നുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ സാധനവും നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി ഒരു ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഡിസീസ് ബ്ലൂ ബേബി സിൻഡ്രോം. അത് ഒരു തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂ കാരണം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള രോഗമാണ് ഈ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് എൻവയോൺമെൻറ്റൽ സ്റ്റഡിയിൽ ബ്ലൂ ബേബി സിൻഡ്രോം ഇത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ വരുന്ന ഒരു ഒരു പോയിൻ്റാണ്. ഇത് എന്ത് കാരണം, ഇത് വെള്ളം കുടിക്കുമ്പോഴാണ് ശരിക്കും ഈ രോഗം ഉണ്ടാകുന്നത്. മലിനീകരണം കാരണം സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള രോഗമാണ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് എന്ത് വെള്ളത്തിൽ കലരുമ്പോഴാണ്, എന്ത് കെമിക്കൽ വെള്ളത്തിൽ കലർന്ന് അത് ശരീരത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്താണ് ഈ രോഗം ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് വളരെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ബ്ലൂ ബേബി സിൻഡ്രോം. ഈ ബ്ലൂ ബേബി സിൻഡ്രോത്തിന് സയൻറ്റിഫിക് ആയിട്ട് പറയാം, സയൻറ്റിഫിക് നെയിം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം, പഠിക്കാൻ നിർബന്ധമല്ല. സാധാരണ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ അറിയപ്പെടുക. ജസ്റ്റ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്, ചിലപ്പോൾ ചോദിച്ചുകൂടായൊന്നുമില്ല. ഇതേ
മീതേമോഗ്ലോബിയ മീതേമോഗ്ലോബീമിയ എന്ന ടേമാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടേം. ഓക്കെ, ഇത് സാധാരണ ചെറിയ കുട്ടികളെയാണ് ഇത് എഫക്റ്റ് ചെയ്യട്ടെ, ഇൻഫാൻസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. വെള്ളം കുടിക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള രോഗമാണിത്. ഇത് എന്താണ് നൈട്രേറ്റിൻ്റെ അംശം കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് എന്ത് പറയാം, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം. ഇറ്റ് പ്രൈമറിലി അഫക്ട്സ്, ഇറ്റ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാട്ടോ, പ്രൈമറിലി അഫക്റ്റ് ഇൻഫാൻസ്. ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മാലിന്യം നിറഞ്ഞ വെള്ളം, ഹൈ ലെവൽ നൈട്രേറ്റ് ഉള്ള വെള്ളം കുട്ടികൾ കുടിക്കുന്ന സമയത്ത് ഇതെന്താണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തിൽ ഈ എന്താണ് ഈ നൈട്രേറ്റ് കലർന്നു കഴിഞ്ഞാലാണ് കുട്ടികളെ എന്ത് ചെയ്യുക, ഇത് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഹാപ്പൻസ് when drinking water contaminated with high levels of nitrate is used to nitrates അത്ര ചെയ്താൽ മതി. ഇത് വെള്ളം കുടിക്കുന്ന ഇതെങ്ങനെയാണ് ബോഡിയെ എഫക്റ്റ് ചെയ്യുക നമുക്ക് നോക്കാം. ബോഡിയിൽ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു വിശദീകരണം തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മറ്റു ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഇത് എന്ത് ചേഞ്ചാണ് ബോഡിയിൽ മൊത്തത്തിൻ്റെ ഇതിൻ്റെ ഒരു ഘട്ടമായിട്ടുള്ളൊരു പരിണാമം, അതായത് നൈട്രേറ്റ് വരുന്നു, അത് ശരീരത്തിലേക്ക് വരുന്നു, പിന്നെ എന്ത് സംഭവിക്കുന്നു, അതിന് ഒരു ഓർഡർ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഫസ്റ്റ് സ്റ്റേജ് ഇൻജസ്റ്റൻ. ഇൻജസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, സാധാരണ കെമിക്കൽസ് ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽസിൽ എന്ത് ചെയ്യും, ഈ നൈട്രേറ്റ് ഉപയോഗിക്കും. അതുപോലെ തന്നെ മാലിന്യങ്ങൾ, പലതരത്തിലുള്ള സാധനങ്ങൾ, വേസ്റ്റിലൊക്കെ എന്ത് ചെയ്യും, ഈ നൈട്രേറ്റിൻ്റെ അംശം ഉണ്ടാവും. അത് ജലാശയങ്ങളിലേക്ക് കലരും, അതുപോലെ ഗ്രൗണ്ട് വാട്ടറിൽ വരും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഇത് കുടിക്കും. അത് കുടിക്കുന്ന സമയത്ത് ഇത് വെള്ളം ശരിക്കും എന്ത് ചെയ്യണം, ശരീരത്തിലേക്ക് എന്താണ് കലരാനുള്ള ഘട്ടത്തിലേക്ക് കഴിഞ്ഞാണ് ഇഞ്ചക്ഷൻ എന്ന് പറയാം, ഇഞ്ചക്റ്റിങ്. അതായത് ഈ മാലിന്യം ശരിക്ക് വെള്ളത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഘട്ടം. ഓക്കെ, ഫാക്ടറിയിലെ മാലിന്യങ്ങൾ, മറ്റ് ഫെർട്ടിലൈസർ മിക്സ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിലെത്തും, നമ്മളെ വീട്ടിലെ കിണറിലെത്തുന്ന സ്റ്റേജിനെയാണ് എന്താ പറയുക, ഇഞ്ചക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഴുതാം, come from നൈട്രേറ്റ് ആണ് കേട്ടോ, നൈട്രേറ്റ് come from agricultural fertilizers സീവേജ്, മാലിന്യങ്ങൾ, പലതരത്തിലുള്ള ലീക്കുകൾ, മാലിന്യങ്ങൾ, പല ഇതൊക്കെ ഉണ്ടല്ലോ, ഇൻറ്റു
ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ ഭൂഗർഭ ജലത്തിലേക്ക് എത്തുന്നു. അത് എന്ത് ചെയ്യും? ആൻഡ് കണ്ടാമിനേറ്റ് ഡ്രിങ്കിങ് വെൽ. ഡ്രിങ്കിങ് വെൽ. അപ്പോൾ നമ്മളെ കിണറിലേക്ക് എന്ത് ചെയ്യും? ഇത് എത്തുന്നതാണ് ഇൻജക്റ്റിംഗ് ഘട്ടം. രണ്ടാമതായിട്ട് കൺവേർഷൻ. ഇങ്ങനെ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മളത് ഒരു നൈട്രേറ്റ് ഒരു വ്യക്തിയിലേക്ക് എത്തി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള വിശദമായിട്ടുള്ള വിശദീകരണമാണ്. ഇത് കുട്ടി എന്ത് ചെയ്യും? വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കുന്ന സമയത്ത് നൈട്രേറ്റ് വെള്ളത്തിൽ കലരുന്നു, ബാക്ടീരിയയുമായിട്ട് കലർത്തുന്നു. അത് കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം. അതിനാണ് കൺവേർഷൻ എന്ന് പറയാം. അപ്പോൾ അതിനെ നമുക്ക് പറയാം, വെൻ ബേബി ഡ്രിങ്ക് ദിസ് വാട്ടർ, വെൻ ബേബി drink this water, the harmless nitrate, അത്ര അപകടകാരിയായിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല, പക്ഷെ വ്യക്തിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും അത് ബാക്ടീരിയയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അത് ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നൈട്രേറ്റ് ആർ കൺവേർട്ടഡ് ഇൻടു a more reactive chemical called നൈട്രൈറ്റ് ആയിട്ട് മാറുക ചെയ്യാം. നൈട്രൈറ്റ് by the bacteria in infants digestive system. അതായത് കുട്ടിയുടെ വയറ്റിൽ ശരീരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ കാരണം ഈ നൈട്രൈറ്റായി മാറുക ചെയ്യാം. അതിനാണ് കൺവേർഷൻ എന്ന് പറയാം. നൈട്രൈറ്റായി മാറുന്നതിനെയാണ് ഇത് പറയാം കൺവേർഷൻ എന്ന് പറയാം. അതിന് ശേഷമുള്ള ഘട്ടമാണ് ഓക്സിജൻ ബ്ലോക്കേജ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇത് ബ്ലഡിലേക്ക് കലരുന്നു, ഓക്സിജൻ്റെ ബ്ലോക്ക് ഉണ്ടാവുന്നു, ബ്ലഡ് സ്ട്രീംസിലേക്കാണ് കയറുക. ശരിക്കും എന്ത് ചെയ്യും? വീണ്ടും ചില ചേഞ്ചുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. അതിന് എന്താ പറയുക, ജസ്റ്റ് ഇവിടെ എഴുതി തരാം. ഓക്കെ, these nitrites enter blood streams, രക്തത്തിലേക്ക് കലരുന്നു. and
tightly to hemoglobin. ഇത് പിന്നെ എന്ത് സംഭവിക്കുന്നു, ഇത് ഒരു ശരീരത്തിൽ ഒരു പ്രത്യേക തരം കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേര് ഇവിടെ എഴുതാം. ദിസ് ക്രിയേറ്റ് എ മോഡിഫൈഡ് component called മീഥൈമോഗ്ലോബിൻ. മീഥൈമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പേരിൽ ഒരു സാധനം, ഒരു കെമിക്കൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓക്സിജനെ എഫക്റ്റ് ചെയ്യും, ശരീരത്തിൽ ഓക്സിജൻ ഇൻടേക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് എന്ത് ചെയ്യും, നമുക്ക് ജസ്റ്റ് അടുത്ത ഘട്ടം സഫോക്കേഷൻ അറ്റ് സെല്ലുലാർ ലെവൽ. സഫോക്കേഷൻ അറ്റ് സെല്ലുലാർ ലെവൽ. ഇതെന്ത് ചെയ്യും, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് എന്തിന് കാരണമാവും, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഓക്സിജന് ബോഡിയിലെ ഓർഗൻസിലേക്ക് ഓക്സിജനെ എത്തിക്കുന്നത് തടയും. ഓക്കെ, നമ്മൾ ഹീമോഗ്ലോബിനെ പോലെയല്ല, മീഥൈമോഗ്ലോബിൻ കാരണം എന്തുണ്ടാവുന്നു, എഫക്റ്റീവായിട്ട് ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളിലേക്കും ടിഷ്യൂസിലേക്കും ഓക്സിജൻ എത്താത്ത സാഹചര്യം ഉണ്ടാവുന്നു. കനോട്ട് effectively release oxygen to the body's vital component, vital organs. Okay, vital organs and tissues. ഓക്സിജൻ എത്തിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇത് പിന്നെ എന്ത് ചെയ്യും, ഇതിന് അടുത്ത ഘട്ടം 5ാമത്തെ സ്റ്റേജാണ് ബ്ലൂ അപ്പിയറൻസ്. ബ്ലൂ അപ്പിയറൻസ്. ബ്ലൂ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഓക്സിജൻ ശരീരത്തിൽ എത്താതിരുന്നു കഴിഞ്ഞാൽ എന്തിന് കാരണമാവും, ഈ എന്താണ് ശരീരത്തിൽ ബ്ലൂവിഷ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ത് ചെയ്യും, ഉണ്ടാവാൻ കാരണമാവും. അപ്പോൾ അത് എന്താണ്, ബിക്കോസ് ഓഫ് ദ ബോഡീസ് tissue are starved of oxygen
ദ ബേബീസ് സ്കിൻ കളർ എന്ത് ചെയ്യാണ്, ബ്ലൂ ആവുകയാണ് ചെയ്യുക. ബേബീസ് സ്കിൻ ടേക്ക് ഓൺ എ distinct bluish color. ബ്ലൂയിഷ് അല്ലെങ്കിൽ ബ്ലൂയിഷ് കളർ. ഓക്കെ, ഇതിന് ശേഷം സാധാരണഗതിയിൽ എസ്പെഷ്യലി ഇത് വായയിലും ഹാൻഡിലും ഫീറ്റിലൊക്കെയാണ് ഇത് കാണുക. ഓക്കെ, എസ്പെഷ്യലി അറൗണ്ട് ദ മൗത്ത്, ഹാൻഡ്, അതുപോലെ തന്നെ ഫീറ്റ്. ഈ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിന് എന്ത് പറയും? സിനോസിസ് എന്നാണ് പറയാം. ദ ലാക്ക് ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് സിയാനോസിസ്. ഈ ലാക്ക് ഓഫ് ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ, ശരീരത്തിൽ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിന് എന്ത് പറയുന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. നൈട്രൈറ്റായി മാറുമ്പോഴാണ് ഈ ഇഷ്യൂ ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെ മറ്റ് മൂന്ന് കെമിക്കൽസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെർക്കുറി, ലെഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും എന്താണെന്ന് നോക്കാം. അത് കാരണം ഉണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് നോക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് മെർക്കുറി നോക്കാം. മെർക്കുറി എന്താണ്? മെർക്കുറി കാരണം ഉണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ കണ്ടാമിനേറ്റഡ് വെള്ളത്തിലൂടെയാണ് സാധാരണഗതിയിൽ ഈ രോഗങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മെർക്കുറി നോക്കാം. മെർക്കുറി എന്താണ്? സാധാരണ നമ്മൾ പലതരത്തിലുള്ള വെള്ളത്തിൽ മെർക്കുറി കലർന്നു കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അത് മസിൽ വീക്ക്നെസ്, അതുപോലെ കാഴ്ചക്കുറവ്, ന്യൂറോളജിക്കൽ ലാംഗ്വേജ്, ഇതൊക്കെ ഉണ്ടാവും. സാധാരണ ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ ഫിഷിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള ഫാക്ടറി മാലിന്യങ്ങൾ കാരണമൊക്കെ എന്ത് ചെയ്യും, മെർക്കുറി വെള്ളത്തിലെത്തുകയും അത് മത്സ്യങ്ങൾ കഴിക്കുകയും കഴിച്ച മത്സ്യങ്ങളെ മനുഷ്യർ കഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മിനാമാറ്റ പോലുള്ള ഡിസീസുകളൊക്കെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് വെള്ളത്തിലെ കെമിക്കൽസ് മിക്സ് ചെയ്തുണ്ടാവുന്ന മറ്റൊരു ഇതാണത് ഇത്. ഓക്കെ, ഇത് നമുക്ക് ലോങ് ടേം എക്സ്പോഷർ ടു മെർക്കുറി ഇൻ വാട്ടർ, ലോങ് ടേം എക്സ്പോഷർ. നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളെ ആയിരിക്കും ഇത് കൂടുതൽ എന്ത് ചെയ്യാം, എഫക്റ്റ് ചെയ്യുക. കാരണം ജലമലിനീകരണം കൂടുതലുള്ള ഏരിയയാണ് നഗരങ്ങൾ ഗ്രാമങ്ങളെ അപേക്ഷിച്ചിട്ട്. ഇൻ വാട്ടർ ഓർ ഫുഡ്, എന്താണ്
ഭക്ഷണത്തിൽ നിന്നോ അതേപോലെ തന്നെ എന്ത് ചെയ്യും, വെള്ളത്തിൽ നിന്നോ എന്ത് ചെയ്യും, ഇത് ഉണ്ടാവും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ ഉണ്ടാവാം. എസ്പെഷ്യലി എന്താണ് കണ്ടാമിനേറ്റഡ് ഫിഷ് ലീഡ്സ് ടു സിവിയർ ന്യൂറോളജിക്കൽ ഡിസോർഡർ. ന്യൂറോളജിക്കൽ ഡിസോർഡർ കാൾഡ് മിനാമാറ്റ ഡിസീസ്. അപ്പോൾ ഈ മെർക്കുറി അമിതമായിട്ട് ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് മിനാമാറ്റ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് കാരണം ശരീരത്തിൽ എന്തുണ്ടാവും, കോസസ് മസിൽ വീക്ക്നെസ്, അതുപോലെ കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡാമേജസ്. അപ്പോൾ മെർക്കുറി വളരെ അപകടകാരിയായിട്ടുള്ള ഒരു കെമിക്കലാണ്. അത് ശരീരത്തിൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിനാമാറ്റ ഡിസീസ് പോലുള്ള രോഗങ്ങൾ, ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ടാവും. മാത്രമല്ല ശരീരത്തിനൊക്കെ എന്ത് ചെയ്യും, അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. മറ്റാണ് ലെഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് ലെഡാണ് ചോദ്യം. നമ്മളിപ്പോൾ നൈട്രേറ്റ് ആണ് ഇപ്പോൾ ആൻസർ പറഞ്ഞത്. ഇനി മെർക്കുറി ഡിസ്കസ് ചെയ്തു. ഇനി ലെഡ് നോക്കാം. ലെഡും എന്താണ്, കുട്ടികളുടെ ബ്രെയിനിനൊക്കെ ഇത് നന്നായി എഫക്റ്റ് ചെയ്യും ഈ ലെഡ്. ഇതും പലതരത്തിലുള്ള കെമിക്കൽ രീതിയിൽ വെള്ളത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിലൂടെ മാത്രമല്ല മറ്റ് പല രീതിയിലും നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം. ലെഡ് ഇത് വെള്ളത്തിൽ കണ്ടാമിനേറ്റഡ് വെള്ളം നമ്മൾ കഴിക്കുന്നതോടെ എന്ത് സംഭവിക്കുന്നുണ്ട്, കുട്ടികളുടെ ബ്രെയിന് IQ ലെവൽ കുറയും, ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടാവും, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവും, അനീമിയ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കിതിൽ ഫേസ് ചെയ്യാൻ പറ്റും. കണ്ടാമിനേഷൻ ഡാമേജസ് a child's developing brain. Leading to lower IQ, behavioral issues, അതുപോലെ തന്നെ അനീമിയ. അടുത്താണ് ആർസെനിക്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ആർസെനിക് നോക്കാം. ആർസെനിക് ഇത് മറ്റൊരു തരത്തിലുള്ളൊരു കെമിക്കലാണ് ആർസെനിക്. ഇത് വെള്ളത്തിലൂടെ എന്താണ്, വെള്ളത്തിലൂടെ ആർസെനിക് ഉള്ള വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രത്യേക തരത്തിലുള്ള മാലിന്യങ്ങൾ കാരണം ഉണ്ടാകുന്ന പലതരത്തിലുള്ള കെമിക്കലുകളാണ്. ഇപ്പോൾ ഫെർട്ടിലൈസർ, അതുപോലെ ഫാക്ടറി മാലിന്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കെമിക്കലുകളാണ്. ഇത് കലർന്ന വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ, കണ്ടാമിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ കാരണം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട രോഗമാണെന്ത്,
leads to arsenicosis. ഓക്കെ, ഇത് നമ്മളെ എന്താണ് ശരീരത്തിന് സ്കിന്നിനെ വളരെയധികം എന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കിന്നിന് പലതരത്തിലുള്ള എന്താണ് കളർ ചേഞ്ചുകൾ, മുറികൾ, അതുപോലെ തന്നെ എന്താണ് ക്യാൻസറുകളൊക്കെ എന്ത് ചെയ്യും ഉണ്ടാവാൻ കാരണമാണ്. ഇറ്റ് കോസസ് സ്കിൻ ഡാമേജ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലങ് ക്യാൻസർ, അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ഇത് എന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ കെമിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒറ്റ ചോദ്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പറയാം. ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോമാസിൻ്റെ ബയോമാസ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഡാഷ് മീഥേൻ ആൻഡ് എത്തൈൻ, മീഥേൻ ആൻഡ് ഹൈഡ്രോജൻ, എഥനോൾ ആൻഡ് മീഥേൻ, ഹൈഡ്രോജൻ ആൻഡ് ബൂട്ടൈൻ. ഇതിലേതാണ് ശരിയായ ഉത്തരം എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ കാർബൺ, മീഥേൻ, ഇതിൻ്റെ ആൻസർ ശരിക്കും വരുന്നത് മീഥേൻ ആൻഡ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, നമുക്ക് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിലെ ആൻസർ ആദ്യം നമുക്ക് പറയാം. ആൻസർ മീഥേൻ ആൻഡ് ഹൈഡ്രജൻ. ആദ്യം നമുക്ക് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ആദ്യം ബയോഗ്യാസ് നമ്മൾ എന്താണ് ഭക്ഷണ വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, സീവേജ്, ഫുഡ്, ഇങ്ങനെ പശുവിൻ്റെ മൃഗങ്ങളുടെ വേസ്റ്റ്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയാസ് ഉണ്ടല്ലോ, ഈ ബാക്ടീരിയാസിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക ബയോഗ്യാസ് എന്ന് പറയാം. ബയോഗ്യാസ് is a renewable clean source of energy produced when organic matter like cow dung, അതുപോലെ ഫുഡ് സ്ക്രാപ്പ്, ഭക്ഷണ വേസ്റ്റ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ വേസ്റ്റ്, അതുപോലെ സീവേജ്, ഈസ് broken down by microorganisms like bacteria. ബാക്ടീരിയ എന്ത് ചെയ്യാണ് ഈ ഭക്ഷണ വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, സീവേജ്, ഇതൊക്കെ എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് എന്താ പറയുക ഈ എന്ത് പറയാം ബയോഗ്യാസ് എന്ന് പറയാം. ഇങ്ങനെ ഇത് ഈ ഡീകമ്പോസിഷൻ ഉണ്ടാവുന്ന ഈ പ്രോസസ്സിന് അനേറോബിക് ഡൈജഷൻ എന്നാണ് പറയാം. ഓക്കെ,
നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വിശദമായിട്ട് എഴുതാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഡീകമ്പോസിഷൻ happens through a process called anaerobic digestion. Anaerobic digestion. അതായത് ഓക്സിജൻ ഭൂമിയുടെ ഗ്രൗണ്ടിൽ ഓക്സിജൻ കലരാതെ ഇതെന്ത് ചെയ്യണത് ഇതായി മാറുകയാണ്, ഗ്യാസായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പലതരത്തിലുള്ള എന്താണ് വാതകങ്ങൾ എന്തായി മാറാറുണ്ട്, ഇതിൻ്റെ പലതരത്തിലുള്ള കോമ്പണൻസ് ഉണ്ട്. ഓക്കെ, ബയോഗ്യാസിന് പലതരത്തിലുള്ള കോമ്പണൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, types of chemical composition of biogas. Of chemical composition of biogas. പ്രധാനമായിട്ടും ഇതിൽ വരിക എന്താണ്, പലതരത്തിലുള്ള മീഥേൻ ഉണ്ടാവും. ഓക്കെ, അതിൽ മെയിനായിട്ട് 52 അതുപോലെ തന്നെ 75% നമുക്ക് ബയോഗ്യാസ് ലഭ്യമായിരിക്കും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ നമുക്ക് 25 മുതൽ 50% വരെ നമുക്ക് ബയോഗ്യാസ് ലഭ്യമാണ്. അതുപോലെ നൈട്രജൻ, നമുക്ക് 0 മുതൽ 10% വരെ ലഭ്യമാണ്. അതുപോലെ ഹൈഡ്രജൻ 0 മുതൽ 1% വരെ ലഭ്യമാണ്. അതുപോലെ വേറെ കുറേ വാതകങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ വരുന്നത് എന്താണ്, ഇതിൽ വരുന്നത് എന്താണ്, മീഥേൻ ആൻഡ് ഹൈഡ്രജൻ ആണ്. ഈ മീഥേനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതിലൊക്കെ എന്തുണ്ട് ശരിക്ക് എന്താണ് ബയോഗ്യാസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ മിക്സ്ചറാണ് ബയോഗ്യാസിൽ വരിക. അപ്പോൾ മീഥേൻ ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് വരുന്നത് ഹൈഡ്രജനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഇതിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ മീഥേൻ ആൻഡ് ഹൈഡ്രജൻ എന്നതാണ്. മീഥേൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വന്നാലും ശരി ഉത്തരം തന്നെയാണ്. മീഥേൻ ആൻഡ് പിന്നെ എന്താണ് നൈട്രജൻ എന്ന് വന്നാലും ശരി ഉത്തരം തന്നെയാണ്. അപ്പോൾ എങ്ങനെ വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ശരി ഉത്തരമായിട്ട് കണക്കാക്കാം. അപ്പോൾ ബയോഗ്യാസുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ വിശദീകരണം വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കേട്ടില്ല. ഇത് അപ്ലോഡ് ചെയ്തു. രാവിലത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. ഇതിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ശരി. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.